ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ചികിത്സയ്ക്കുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാക്കുമെന്നറിയുന്നു. കോടനാട് അഭയാരണ്യത്തിലെ കൂട് ബലപ്പെടുന്ന ജോലികളാണ് ഇനി പൂർത്തിയാകാൻ ബാക്കിയുള്ളത്. ആനയെ നിരീക്ഷിച്ച് ആരോഗ്യനില വിലയിരുത്തിയ ശേഷമാകും മയക്കുവെടി വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുക. ആന വളരെ അവശ്യ നിലയിലാണെന്ന് ഇന്നലെ നമ്മൾ കണ്ടു. സൂരജ് അജി അതിരപ്പള്ളിയിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ആന വന്ന് നമ്മുടെ ക്യാമറയിൽ കയറിയോ? എസ്കെൻ, ആന നിലവിൽ ഈ പ്ലാന്റേഷൻ മേഖലയിലാണുള്ളത്. ഈ ദൗത്യം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്കടക്കം ഈ മേഖലയിലേക്ക് പ്രവേശനമില്ല. പക്ഷെ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ ആന ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ കാലടി പ്ലാന്റേഷന്റെ ചെക്ക് പോസ്റ്റിലടക്കം, ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ ചെക്ക് പോസ്റ്റ്, അവിടെ അടക്കം ആന ഉണ്ടായിരുന്നു. രാത്രിയോടുകൂടിയാണ് ആന ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് നീങ്ങിയത്. എസ്കെൻ, ഈ ദൗത്യം ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്ന് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും ഈ കൂട് നിർമ്മിക്കുന്നതിൽ ഒരു കാലതാമസം വന്നു. കൂടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. അത് ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷം ഈ കൂടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം കൂട് പൂർത്തിയാക്കാനായിരുന്നു വനംവകുപ്പിന്റെ ശ്രമമെങ്കിൽ പോലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഇന്ന് ഉച്ചയോടുകൂടി കൂട് പൂർത്തിയാകും. അപ്പോൾ അരുൺ സക്രിയ നിലവിൽ ഈ മലയാറ്റൂർ IBയിലാണുള്ളത്. അരുൺ സക്രിയ ഇന്നെത്തി ഈ അഭയാരണ്യത്തിലെ കൂടിന്റെ ബലപരിശോധന അടക്കം നടത്തിയതിനു ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അതിരപ്പള്ളിയിലേക്ക് എത്തി ആനയെ നിരീക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി തന്നെ ആനയെ പിടികൂടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ സങ്കീർണമായി തുടരുന്നു. ആന വലിയ രീതിയിൽ ഭക്ഷണം എടുക്കുന്നില്ല. അങ്ങനെ തുടങ്ങി ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്ക തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പുള്ളത്. എസ്കെൻ, താങ്ക് യു. വളരെ അവശ്യ നിലയിലാണ്. മാത്രവുമല്ല, ഒരു വിദഗ്ധ സംഘത്തോടു കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് വനംവകുപ്പ് മന്ത്രി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അതെന്തായി എന്നറിയില്ല. എന്തായാലും വളരെ അവശ്യ നിലയിലാണ് ഈ ആന ഇപ്പോൾ ഈ അതിരപ്പള്ളി വാഴച്ചാൽ ഭാഗത്ത് കാണുന്നത്.